ഹലോ, നമ്മൾ ഇന്നൊരു യാത്ര പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴും കഴിഞ്ഞില്ലെന്ന് ചോദിക്കണ്ട, ഏകദേശം കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് ഉണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് അപ്ലോഡ് ചെയ്യണ്ടേ. നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവും. അതെ, ആ ബിൽഡിങ്ങിൻ്റെ ചിറക് പോലത്തെ ബിൽഡിങ്ങില്ലേ, ആ സംഭവത്തിലേക്ക് പോകുന്നത്. അത് പോയവർക്കും കണ്ടവർക്കും എന്താണെന്നറിയാം, അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. ഇത് അബുദാബിയിലുള്ള സെയ്ദ് നാഷണൽ മ്യൂസിയമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സാദിയത്ത് ഐലൻഡ്, അതായത് അബുദാബിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്കൊന്നും പോയിട്ടില്ല, നമ്മൾ ജസ്റ്റ് പുറത്ത് പോയിട്ട് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി. ഏകദേശം നടക്കാനുണ്ട് കേട്ടോ. നന്നായി നടക്കാനും ആരോഗ്യം ശ്രദ്ധിക്കുന്നവർക്കൊക്കെ നന്നായി നടന്ന് പരിശീലിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. ഈ ഒരു മ്യൂസിയത്തിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഒരു റൗണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഈ വെള്ളച്ചാട്ടം കണ്ട സമയത്ത് റിച്ചുനും അച്ഛനും അവിടേക്ക് പോകണം. എനിക്കും അങ്ങനെ പോയിട്ട് എടുത്ത് പോയിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയി. കാണുമ്പോൾ അത്ര തോന്നില്ല, പക്ഷെ അത്യാവശ്യം നടന്ന് പോകാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗി, ലൈറ്റൊക്കെ ഇട്ട് വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ചില കുട്ടികൾ എടുത്ത് പോയി കളിക്കുന്നുണ്ട്, ആ വെള്ളം തൊടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എടുത്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. അങ്ങനെ അതും ഒരുപാട് നേരം അവിടെ നോക്കി നിന്നു, ഫോട്ടോ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള നമ്മുടെ യുടെ കൾച്ചർ, അതൊക്കെയാണ് അതിനകത്ത് അവർ ഷോ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അതൊക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഡാൻസ് കണ്ടിട്ടോ. അറബികളിൽ അവിടെ ഒരു ഡാൻസ് ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഈ ഒരു വടിയൊക്കെ വെച്ച് നമ്മൾ ക്ലാസ്സിൻ്റെ ചൂരിൽ വടി ഇല്ലേ, ആ സംഭവം പോലെ ചെണ്ടയ്ക്കൊക്കെ കൊട്ടിയിട്ട് ഒരു പാട്ട് അവരതിനനുസരിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ നേരം നോക്കി നിന്നു. പിന്നെ അവിടെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് പേര് അവരുടെ കളിക്കാനൊക്കെ പോയി. നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ആർക്കും വേണമെങ്കിൽ അവരുടെ കൂടെ ഒപ്പം കളിക്കാം. പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് രണ്ടുപേരും കാണാനില്ല കേട്ടോ. രണ്ടുപേരും അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അവർക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി വേറെ സ്ഥലത്തൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇത് സ്പീഡിലിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത്ര സ്പീഡൊന്നുമില്ല, പതുക്കെയാണ് അവർ കളിക്കുന്നത്. അങ്ങനെ അവരെ കളിയൊക്കെ ഒരുപാട് നേരം നമ്മൾ കണ്ടിട്ടോ. പിന്നെ കുറേ പേര് അതൊക്കെ അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അവരെ ഡാൻസും കളിയൊക്കെ ഇത് കണ്ടോ. വേറെ ആളുകൾ അതിനും കൂടെ അവരൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡാൻസിന് പെട്ടെന്ന് തീർന്നില്ല, കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നിന്നിട്ട് ഞാൻ തിരിച്ച് അവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ അവർ രണ്ടുപേരും ഞാൻ നിൽക്കുന്ന ആ ഫ്രണ്ടിലേക്ക് ഡാൻസ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരോട് നോക്കിയിരുന്ന സമയത്ത് ഒരു അറബി വന്നിട്ട് അവർ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കളിക്കാൻ വാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ രണ്ടുപേരും പോയില്ല. വേറെ കുട്ടികളൊക്കെ അത് കണ്ടിട്ട് അവർ പിന്നാലെ പോയിട്ടുണ്ട് കേട്ടോ. ചിലവർ ജസ്റ്റ് ആ വടിയൊക്കെ പിടിച്ചതോ വാങ്ങി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, പിന്നെ സമയമില്ല, ഒരുപാട് അത്യാവശ്യം രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിലേക്ക് പോയ സമയത്താണ് ഈ ഒരു വഴി കണ്ടത്. നമ്മൾ അറിഞ്ഞിട്ട് പോയതല്ല, പക്ഷേ നമ്മൾ ചെന്നപ്പോൾ ഇങ്ങനെ വഴി കണ്ടു. ഈ വഴി എങ്ങോട്ടാണ് ചെല്ലുന്നത്, അവസാനിക്കുന്നത് നോക്കാമല്ലോ എന്ന് കരുതിയിട്ടോ. പക്ഷേ പോയിട്ടും ഇത് തീരുന്നേ ഉണ്ടായിരുന്നില്ല. വല്ല അക്ഷയപാത്രം പോലെ ഇരുന്നു. നമ്മൾ നടന്ന് ഏതായാലും നടന്നില്ലേ, ഇനി ഇതിൻ്റെ അവസാനം എന്താണെന്നുള്ള തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു ഇതിലായിരുന്നു. ഇത് പോകുന്ന സമയത്ത് സെക്യൂരിറ്റികൾ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, 2 പേര് കണ്ടു. അവർ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ എത്താമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മുകളിൽ നമ്മൾ ഇത്ര അടുത്ത് എത്തുന്നത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴാണ് നല്ല മനോഹരം. നമ്മൾ താഴെ നിന്ന് കണ്ട ചിറകുകൾ, നമ്മൾ റോഡിൽ നിന്ന് കണ്ട ചിറകുകളാണിത്. നടന്ന് എത്തിയപ്പോഴേ ഏകദേശം നമ്മൾ ക്ഷീണിച്ച് കതച്ച് നമ്മൾ ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ടോ, നല്ല ഭംഗിയില്ലേ. പിന്നെ നമ്മളവിടെ കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ ഈ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഇരുന്നിട്ടൊക്കെ പോകാം. പതുക്കെ ഇങ്ങനെ നടന്നു പോയാൽ മതി. ഇതിന് മുകളിലേക്ക് ആർക്ക് വേണമെങ്കിൽ പോരാ കേട്ടോ, ഫ്രീ ആയിട്ട് പോരുന്നതാണ്. നമ്മളിവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല, ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ വേറെ വല്ല റൂട്ടൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ പോരുമ്പോൾ അങ്ങനെ എത്തി. ഇതിങ്ങനെ ഇത്രയും ഇത് നടന്നു പോകണമെന്നും അറിയില്ലായിരുന്നു, ഇങ്ങോട്ട് എത്തുമെന്ന് അറിയില്ലായിരുന്നു. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മളെ ഫോണിലൊന്നും എന്താ പറയുക, അത്രയും വലിപ്പമുണ്ട്. ഫോണിലൊന്നും വീഡിയോ എടുക്കാൻ സാധിക്കുന്നതുണ്ടായിരുന്നില്ല. ഇതിനകത്തുള്ള ഈ കളർ യുടെ ഫ്ലാഗിൻ്റെ കളറാണ് കൊടുത്തിട്ടുള്ളത്. റെഡ് ഗ്രീൻ അവരുടെ ഫ്ലാഗിൻ്റെ കളറാണ് അതിനകത്ത് ആ ലൈറ്റായിട്ട് കാണുന്നത്. ഇത് കണ്ടോ, ഈ വഴിയൊക്കെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് മുകൾക്ക് പോകുന്ന വഴി കേട്ടോ. പക്ഷേ ഇത് നമ്മൾ നേരെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കോണുകൾ പല ഷേപ്പുകളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പോരുന്നത് കേട്ടോ. നല്ല കളറുണ്ട്, നല്ല വലിപ്പമുണ്ട്. നമ്മളതിൻ്റെ മുന്നിൽ ഒരു ഉറുമ്പിൻ്റെ അത്ര വലിപ്പം പോലും ഇല്ല, അത്രയും വലിയ സംഭവമാണ്.
അതിൻ്റെ മുകളിൽ ഇത് തന്നെ കാണുള്ളൂ, വേറെ ഒന്നും കാണാനൊന്നുമില്ല. കാരണം ഏറ്റവും നമ്മൾ ടോപ്പിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് അവിടെ എന്തോ ഒരു ഗ്ലാസ് ഉണ്ട് കാണാൻ, അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവരും കൂടി തിരിച്ചു പോന്നു, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോലെ തിരിച്ച് ഇങ്ങോട്ടും നടന്നു പോന്നു. തിരിച്ചു പോരുമ്പോൾ പ്രശ്നമില്ലല്ലോ, നമുക്ക് അത്ര ക്ഷീണം വരില്ല. പക്ഷേ നടന്നു പോകുമ്പോൾ ക്ഷീണമൊന്നുമില്ല, പക്ഷെ ഇത് കഴിയുന്നില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു. ഒരു വളവ് കഴിയുമ്പോൾ അടുത്തതായിരിക്കും അടുത്തത്, അങ്ങനെ അത്യാവശ്യം നടന്നു പോകാനുണ്ട്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഈ ചുമര് ആദ്യമേ ചെയ്യുന്ന വർക്കാണ് തോന്നുന്നത്. ഇത് ടൈൽസ് മാർബിൾ എന്തല്ല തോന്നുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ളത് കാണാനായിട്ട്, വല്ല ചിത്രം വരച്ച് വെച്ച പോലെ ഉണ്ട്. നമ്മൾ 3D പെയിൻ്റൊക്കെ ചെയ്ത പോലെ ഉണ്ട്. ഇത് പെയിൻ്റല്ല, ഇതേപോലെ ഇങ്ങനെ തന്നെയാണ്, വരച്ച് വെച്ചിരിക്കില്ല. ഈ ഒരു സംഭവം തന്നെ കൊത്തി വെച്ച പോലെയാണ് കേട്ടോ. ഇതിനകത്ത് കയറാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. പക്ഷേ ആ സമയത്ത് ഇതിൽ കയറണം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ രാവിലെ 6 മണി മുതലേ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവസാനമാണ് അവിടെ എത്തിയിട്ടുള്ളത്. രാത്രി ആയിട്ട് എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോരാൻ അധികം ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയും ജസ്റ്റ് ഒന്ന് കണ്ടു പോരുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് പോരാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. ഇനി എന്തെങ്കിലും പോകാൻ പറ്റുമെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോസ് അത്യാവശ്യം നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പഴയ കുക്കിംഗ് ചാനലിലേക്ക്, കുക്കിംഗ് വീഡിയോസിലേക്ക് കേട്ടോ നമ്മൾ അടുത്ത ദിവസം മുതൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. വീണ്ടും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് തിരിച്ചു പോയിരുന്ന സമയത്ത് ഈ സംഭവം കണ്ടു. ഇത് കണ്ട് നമ്മൾ അങ്ങോട്ട് പോയി. ഇതൊരു മ്യൂസിയമാണ്. ഇതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.